ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ഏവിയേറ്ററാണ് വണ്ടി. അതിൻ്റെ എഞ്ചിൻ വർക്കാണ് കേട്ടോ. നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ കണക്ടർ റോഡൊക്കെ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. പിന്നെ സിലിണ്ടറിന് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. വാൽവൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓൾറെഡി വാൽവ് സീറ്റിംഗ് ഒക്കെ കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ വാൽവൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. പിന്നെ സിലിണ്ടറും ക്രാങ്കും സെറ്റ് ചെയ്തെടുത്താണ്. അതായത് എമൗണ്ട് മാക്സിമം കുറയ്ക്കുക എന്ന് പറഞ്ഞതും പ്രകാരം നമ്മൾ ആ രീതി കൂടിയാണ് ചെയ്തേക്കണം കേട്ടോ. ക്രാങ്കൊക്കെ ലെയ്ത്തിൽ കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് മേടിച്ചാണ്. സാധാരണ നമ്മളങ്ങനെ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റും സിലിണ്ടറൊക്കെ മാറ്റി പുതിയതാണ് സെറ്റ് ചെയ്ത് വിടാറ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം എമൗണ്ട് വരും. അപ്പോൾ മാക്സിമം റേറ്റ് കുറയ്ക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞതും പ്രകാരം നമ്മൾ ആ രീതിയിലാണ് ചെയ്തേക്കണേ. അത് സിലിണ്ടറൊക്കെ ബോർ ചെയ്തു. സിലിണ്ടർ ഫസ്റ്റ് ബോറും കിട്ടിയല്ല, സെക്കൻഡ് ബോറാണ് കിട്ടിയേക്കണത്. സെക്കൻഡ് ബോറിങ്ങാണ് ചെയ്തേക്കണേ. പിന്നെ വാൽവൊക്കെ നമ്മൾ മാറ്റിയിട്ട് സീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ക്രാങ്ക് ഷാഫ്റ്റും സെറ്റ് ചെയ്ത് എടുത്താണ് കേട്ടോ. പിന്നെ അതിൻ്റെ ക്യാം ഷാഫ്റ്റ്, ഹെഡിനകത്ത് തന്നെ ക്യാം ഷാഫ്റ്റ് റോക്കറാമൊക്കെ തേയ്മാനം ഉണ്ടായിരുന്നു. അത് കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളതൊക്കെ ഒന്ന് പോളിഷ് ചെയ്താണ് മേടിച്ചത് കേട്ടോ. അത് നമ്മൾ ഫസ്റ്റിലത്തെ വീഡിയോയിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ലെയ്ത്തിൽ തന്നെ കയറ്റി അതൊന്ന് പോളിഷ് ചെയ്തിട്ടാണ്. പക്ഷേ അത് പുതിയത് ഇടുന്നതിൻ്റെ ഒരു ഗുണം പോളിഷ് ചെയ്തിട്ടാൽ കിട്ടില്ല. പിന്നീട് അതിൽ നമുക്ക് വാൽവ് അടിക്കുന്ന സൗണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ നമുക്ക് അതല്ലാതെ കൊണ്ട് നമുക്ക് മാക്സിമം റേറ്റ് കുറയ്ക്കാനായിട്ട് അപ്പോൾ പറ്റില്ല. കാരണം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ വേണം. നമുക്ക് അഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്കറ്റ്, ഓയിൽ സീൽ അടങ്ങും എല്ലാ സാധനങ്ങളും മാറ്റണം. റാങ്ക് സെറ്റ് ചെയ്തെടുക്കണം. വാൽവ് ക്ലിയർ ചെയ്യാതെ കൊണ്ട് വണ്ടി സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടുള്ള കറക്റ്റ് ആവില്ല. സിലിണ്ടർ അറ്റ്ലീസ്റ്റ് ബോറെങ്കിലും ചെയ്യാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ പുകയുടെ പ്രശ്നങ്ങളോ കംപ്രഷൻ ലീക്കേജോ മാറില്ല. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഹെഡ് ക്യാമിനകത്ത് വന്നാണ് ഈ ഏറ്റവും ഇത് വരുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് ഒരു 1000-1200 നമുക്ക് ഇതിന് കോസ്റ്റ് വന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കുക തന്നെയല്ല, നമുക്കത് പിന്നീട് കംപ്ലയിൻറ്റ് വന്നാൽ പോലും നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ ടോപ്പ് സൈഡ് അയച്ച് നമുക്കത് മാറ്റാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് ഈ രീതിയിലേക്ക് പോളിഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ബാക്കിയത്തെ എല്ലാ വർക്കും തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഗ്യാസ്കറ്റുകളായാലും ഓയിൽ സീലും. കാരണം അതല്ലെങ്കിൽ പിന്നീട് ലീക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് വീണ്ടും ക്യാഷ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനൊക്കെ വരും. സാധാരണ പരമാവധി റേറ്റ് കുറച്ച രീതിയിലാണ് നമ്മൾ ചെയ്യുക. സാധാരണ നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് സിലിണ്ടറൊക്കെ മാറ്റി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാറ്റി ചെയ്യണ വണ്ടികൾക്ക് നമ്മൾ വാറണ്ടി കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ വാറണ്ടി കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് വരില്ല, അത് ഓക്കെ. പക്ഷേ കറക്റ്റ് സർവീസ്, കറക്റ്റ് കിലോമീറ്റർ, ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് വരില്ല. പക്ഷേ കമ്പനി ഒരു ഐറ്റം മേടിച്ച് നമ്മൾ ഹോണ്ടയുടെ ഒരു ജെനുവിൻ പാർട്സും മേടിച്ച് സെറ്റ് ചെയ്യുന്ന ആ ഒരു ക്വാളിറ്റി കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 100% പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളങ്ങനെ എടുത്ത് പറയേണ്ട കേസ് കേട്ടോ. അപ്പോൾ മാക്സിമം ആ രീതിയിൽ റേറ്റ് കുറയ്ക്കാൻ പറഞ്ഞതും പ്രകാരമാണ് നമ്മൾ അങ്ങനെ കുറച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഇനി ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറ്റക്കാരനായിട്ട് വരരുത്. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് മുമ്പത്തെ വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് കസ്റ്റമറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം കുറച്ചോ എന്ന രീതിയിൽ പറഞ്ഞതും പ്രകാരമാണ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്തു പോകണം കേട്ടോ. അപ്പോൾ വർക്ക് കംപ്ലീറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണുള്ളൂ. കംപ്ലീറ്റ് ആവണതിൻ്റെ അനുസരിച്ചിട്ട് ഡീറ്റെയിൽസ് ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ.